എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു അപ്ഡേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ. ചിലരൊക്കെ അടീനിയം പ്രൂണിങ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, ചിലരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്, പല സമയത്താവും, വളപ്രയോഗവും പല സമയത്താവും. ഞാൻ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ വീഡിയോ കണ്ടു നോക്കിയിട്ട് അതിൻ്റെ താഴെ നിന്ന് കമൻ്റ് ഇടാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അഡീനിയം ഗ്രാഫ്റ്റിങ്ങിൻ്റെ റിസൾട്ട് ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. അന്ന് നമ്മൾ പ്രൂൺ ചെയ്ത കമ്പുകളിൽ നിന്ന് കുറച്ചൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട്, ചിലത് വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ സീഡ്ലിങ്സ് ആണ്, ഞാനിപ്പോൾ നട്ടു വെച്ചതാണ്. അപ്പോൾ ഇതാ കുറച്ച് മുള വന്നിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ആണ് ഇത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇലകൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഈ കെട്ടൊന്ന് അഴിച്ചു കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ ഈ കെട്ടൊന്ന് നമ്മൾ ലൂസാക്കി കൊടുക്കുക. അഴിച്ച് മാറ്റണ്ട, അഴിച്ച് മാറ്റുമ്പോൾ ചിലപ്പോൾ ഈ മുള പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി കൊടുക്കാം. ഒരു ബ്ലേഡ് കൊണ്ട് നമുക്ക് ഇതേപോലെ ഈ കെട്ടൊന്ന് മുറിച്ചു കൊടുത്താൽ മതി, അപ്പോൾ അത് കഴിയും. അങ്ങനെ നമ്മൾ ലൂസാക്കി വെച്ച് കൊടുത്താൽ മതി. അതേപോലെ ഞാൻ എന്താ ഈ പ്ലാന്റും ഇതിനും മുളകൾ വന്നിട്ടുണ്ട്, ഞാനിതും ലൂസാക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇനി 2-3 ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ അത് തന്നെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പൊക്കോളും. ഈ പ്ലാസ്റ്റിക് കവർ പൊട്ടിയിട്ടാണ് ഇപ്പോൾ മുളകളൊക്കെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുളകൾ ഇങ്ങോട്ട് പോരും. അതുകൊണ്ടാണ് ഇതേപോലെ കവർ ലൂസാക്കി വെക്കാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ചെടിയിൽ 2 ഫ്ലാറ്റ് ഗ്രാഫ്റ്റിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതും അത് പിടിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ വി ഗ്രാഫ്റ്റിംഗ് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, വി ഗ്രാഫ്റ്റിംഗ് പിടിച്ചിട്ട് പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. ഇവിടെ അതെ വി ഗ്രാഫ്റ്റിംഗ് പിടിച്ചിട്ട് അതിൽ മൊട്ടാണ് വരുന്നത്, കണ്ടില്ലേ, അതിൽ മൊട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ 3 നാടൻ അടീനിയങ്ങളെ ഇതേപോലെ ഇങ്ങനെ പിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടത് പൂട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 3ലും ഒരേ കളറ് ഗ്രാഫ്റ്റ് ചെയ്തു. നമ്പർ 38 ആണ്, 38 ഫെറാരിയാണ് എൻ്റെ. അപ്പോൾ 3ൻ്റെ ടിപ്പിൽ ഞാൻ ഫെറാരി ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 3ഉം പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാഫ്റ്റിങ്സ് ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അത് ഞാൻ പിന്നീട് 2ാം ഘട്ടം ചെയ്തതാണ്. അതിൻ്റെ കോഡ് നമ്പർ 20 ആണ് കേട്ടോ. ഇപ്പോൾ കൂടുതൽ വേഗം പിടിച്ചിരിക്കുന്നത്. 20ക്ക് വേഗം തന്നെ മുളകളൊക്കെ വന്നിട്ടുണ്ട്. 20 നമ്മുടേത് യെല്ലോ കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ് കേട്ടോ. ഇതും 20 ആണ്, ഇതും പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ പോർഷൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു മുള വരുന്ന കണ്ടില്ലേ, ഈ മുള നമ്മളിങ്ങനെ കൈകൊണ്ട് അടർത്തി കളയണം. അല്ലെങ്കിൽ നമ്മുടെ മുകളിലിരിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ വളർച്ച കുറയും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് കൈകൊണ്ട് കളഞ്ഞാൽ മതി. ഇതിൻ്റെ ഫ്ലവർ ഏതാണെന്ന് അറിയില്ല, ഫ്ലവർ വരാത്തൊരു ചെടിയുടെ കമ്പാണ്. ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതൊക്കെ സക്സസ് ആവാനുള്ളതാണ്. ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. മുളകൾ വരാൻ താമസം മാത്രം, പക്ഷെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ നമ്പർ 10 ഇതും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ഗ്രാഫ്റ്റിംഗ് അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. എൻ്റെ പിടിച്ച് ഈ ഇലകൾ ഇത്തിരി വലുതായ പ്ലാന്റ്സിന് നമുക്കിനി ചെറിയൊരു സൺലൈറ്റിലേക്ക് മാറ്റി കൊടുക്കാം, വെള്ളവും കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വെള്ളം കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഇനി വെള്ളം കൊടുക്കാം. ഈ ചെടിക്ക് വെള്ളം ഞാൻ ഇന്നലെ ഇതിൻ്റെ കോഡക്സ് ഇത്തിരി ഒന്ന് സോഫ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ചെടിക്ക് ഇന്നലെ വെള്ളം കൊടുത്തു. ചെറിയ മുളയാണ് ഇതിന് വരുന്നത്. എന്നാൽ ഞാൻ ഇതിന് ചെറിയ മുള വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ കോഡക്സ് സോഫ്റ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡക്സ് ഇപ്പോൾ ഇത്തിരി ഇതായിട്ടുണ്ട്. വെള്ളമൊക്കെ ചെന്നപ്പോൾ
കോഡക്സ് നല്ല ഹാർഡായിട്ടുണ്ട്. പിന്നെ ഇതൊരു വലിയൊരു ചെടിയാണ് കേട്ടോ. അതിൽ ഞാൻ പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഞാൻ സെയിം കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം കളറുള്ള ഡിഫറെൻറ്റ് ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ചിലത് മാത്രം അങ്ങനെ പിടിച്ചിട്ടുണ്ട്, ചിലത് പിടിച്ചിട്ടില്ല. സംശയമാണ് പിടിച്ച് കിട്ടുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഒപ്പം ചെയ്ത എല്ലാത്തിലും റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ ഒരു ബ്രാഞ്ചിൽ മാത്രം പിടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇതിലും പിടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇത് സംശയമാണ് കേട്ടോ. ഇതൊക്കെ സംശയത്തിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ പിടിച്ച് കിട്ടുന്നത് അല്ല. പിന്നെ നമ്മൾ ഇത് മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും അവിടെ വെച്ച് വേറെ ഗ്രാഫ്റ്റ് ചെയ്യണം. ഈ പിടിച്ച് ഇതേപോലെ മുളകളൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ കവർ ഊരി മാറ്റട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒന്നും കവർ നമ്മൾ ഊരി മാറ്റിയിട്ടില്ല. ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ കവർ ഊരി മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ അതാ ഈ ചെടിയും ഇതും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 2 ആഴ്ച കഴിഞ്ഞ പ്ലാന്റ് ആണ്. പിടിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ 2 ആഴ്ച കഴിഞ്ഞതാണ്. പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വെച്ച ഭാഗം ഉണ്ടല്ലോ അത് ചീഞ്ഞു പോകും. ഇതൊന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഇവിടെ ഒട്ടിയതുപോലെയൊക്കെ കാണുന്നുണ്ട്. ഇത് പിടിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നേരിയൊരു മഞ്ഞൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മുളകൾ വരാൻ താമസം ഉണ്ടാകും. ഇതിനൊന്നല്ല, മുള വരാത്ത ഒരു പ്ലാന്റ്സിനും ഞാനിപ്പോൾ വെള്ളം കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രാഫ്റ്റ് പിടിക്കാനുള്ള സാധ്യത കുറയും. കഴിഞ്ഞ തവണ എനിക്ക് അങ്ങനത്തെ ഇത് പറ്റിയിട്ടുള്ളതാണ്. വെള്ളം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ്റ്റ് ചിലതൊന്നും പിടിച്ചു കിട്ടിയിട്ടുണ്ടായില്ല. പ്രൂണിങ് കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് മുളകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഞാൻ റിപ്പോർട്ട് ചെയ്തു കേട്ടോ. ഞാൻ പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും ഒരുമിച്ച് ചെയ്യാറില്ല. അപ്പോൾ പ്രൂൺ ചെയ്ത പ്ലാന്റ്സിന് ഇതിൽ 2 മുള വന്നിട്ടുണ്ട്. ഇതിൽ 3 മുള വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേരൊക്കെ അടിവശത്ത് ഹോളിൽ കൂടെ വരുന്നതായിട്ട് കണ്ടു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തത്. നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് മുളകൾ വന്നിരിക്കുന്നത്. ഒരു മുളയിൽ ഇതാ മുട്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വളങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്ത സമയത്ത്. അതുകൊണ്ടാണ് ഇത്ര ഹെൽത്തി ആയിട്ട് മുളകൾ വന്ന് അതിൽ മുട്ടും വന്നത്. അടീനിയം ചെടികളെ ഒരു ഷേപ്പിൽ നിർത്താനും ധാരാളം കമ്പുകൾ വന്ന് ആ കമ്പിലൊക്കെ നിറയെ പൂക്കൾ പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അടീനിയത്തിൻ്റെ കൊമ്പുകൾ മുറിക്കുന്നത്. അപ്പോൾ ഇതുവരെയും അടീനിയത്തിൻ്റെ കൊമ്പുകളൊക്കെ മുറിക്കാത്തവർ അടീനിയം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അടീനിയം ഇതേപോലെ നീളം വെച്ച് പോയി അധികം പൂക്കളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഭംഗിയൊന്നും ഇല്ലാതെ നിൽക്കും. അപ്പോൾ അടീനിയത്തിൻ്റെ പ്രൂണിങ് വീഡിയോ നിങ്ങൾ കാണുക, അതേപോലെ ചെയ്യുക. പിന്നെ അടീനിയം ഗ്രാഫ്റ്റിങ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഗ്രാഫ്റ്റിങ്ങിൻ്റെയും ഫ്ലാറ്റ് ഗ്രാഫ്റ്റിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതേപോലെ ചെയ്യുക. ഇന്നത്തെ അടീനിയം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പ്രൂൺ ചെയ്യാത്തവർ പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ കൊടുക്കുക. കുറേശ്ശെ മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ പ്രൂൺ ചെയ്താലാണ് നമുക്ക് വരുന്ന മാസങ്ങളിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രൂൺ ചെയ്യാതെ വളങ്ങളൊക്കെ ഒരുപാട് കൊടുത്താലും ചിലപ്പോൾ പൂക്കളൊന്നും ഉണ്ടാവില്ല. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൂക്കളും വരും. ധാരാളം കമ്പുകളൊക്കെ വന്ന് ചെടി നല്ല ബുഷിയായി നല്ല ഹെൽത്തിയൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.